പൂനെ ലോണാവാലയിൽ നിന്ന് കണ്ടെത്തിയ മലയാളി +2 വിദ്യാർത്ഥികളുമായി കേരള പോലീസ് നാട്ടിലേക്ക് ബുധനാഴ്ചയാണ് മലപ്പുറം താനൂരിൽ നിന്നും ഇരുവരെയും കാണാതായത്. നാളെ ഉച്ചയോടെ ഇരുവരെയും താനൂരിൽ എത്തിക്കും. യാത്രയോടുള്ള താൽപര്യം കൊണ്ടാണ് പെൺകുട്ടികൾ നാടുവിട്ടതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കുട്ടികളെ നാട്ടിലെത്തിച്ചതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. മുംബൈയിൽ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ലാസ്യ സലൂണിൽ രൂപമാറ്റം വരുത്താൻ മുടിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ കുട്ടികളെത്തിയത് കേസിൽ വഴിത്തിരിവായി. മുംബൈ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ പോലീസ് സലൂൺ ഉടമയെ ബന്ധപ്പെട്ടു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ 2 പെൺകുട്ടികളെയും ലോണാവാല റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തി. പൻവേലിലെ സുഹൃത്തിന്റെ കല്യാണത്തിന് പോകാൻ മുടി ട്രീറ്റ് ചെയ്യണമെന്ന ആവശ്യവുമായാണ് കുട്ടികൾ സലൂണിലെത്തിയത്. ഭാഷ അറിയാതെ പരുങ്ങിയ കുട്ടികൾ മലയാളികളാണെന്ന് ഉടമ തിരിച്ചറിഞ്ഞു. 10,000 രൂപയുടെ ട്രീറ്റ്മെന്റാണ് ഇരുവരും ചെയ്തത്. ബാഗ് നിറയെ പണമുണ്ടായിരുന്ന കുട്ടികൾ ട്രീറ്റ്മെന്റ് പൂർത്തിയാകുന്നതിന് മുന്നേ സ്ഥലം വിടാൻ ധൃതി കൂട്ടിയതായും സലൂൺ ഉടമ പോലീസിനോട് പറഞ്ഞു. ട്രീറ്റ്മെന്റിനായി കുട്ടികളെത്തിയ ദൃശ്യങ്ങൾ പുറത്തുവന്നതാണ് നിർണായകമായത്. സലൂണിൽ നിന്നും പോയ പെൺകുട്ടികൾ വൈകിട്ട് 4 മണിയോടെ മുംബൈ CST റെയിൽവേ സ്റ്റേഷനിലെത്തി. 4 മണിക്കൂർ സ്റ്റേഷനിൽ തുടർന്ന പെൺകുട്ടികൾ രാത്രിയോടെ മൊബൈൽ ഫോണിൽ പുതിയ സിം കാർഡ് ഇട്ടു. മൊബൈൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുകയായിരുന്ന കേരള പോലീസിന് സിം ആക്റ്റീവ് ആയപ്പോൾ തന്നെ ലൊക്കേഷൻ ലഭിച്ചു. തുടർന്ന് RPF-നെ ബന്ധപ്പെട്ട് കുട്ടികളെ സുരക്ഷിതരാക്കി. കുട്ടികളെ കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്നും സുരക്ഷിതരാണെന്നറിഞ്ഞതിന്റെ ആശ്വാസത്തിലാണെന്നും രക്ഷിതാക്കൾ. നമ്മളൊക്കെ മുൻമുനെ നിർത്തിക്കൊണ്ട് അവരെ ഹാപ്പിയാണ്. ഇപ്പോൾ ആശ്വാസം തന്നെയാണ്. മുംബൈ ചെന്നൈ എക്സ്പ്രസിൽ സഞ്ചരിക്കവെയാണ് കുട്ടികളെ കണ്ടെത്തിയത്. പെൺകുട്ടികളും ഒപ്പം ഒരു യുവാവും മുംബൈയിലെത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഇയാളെ പോലീസ് ബന്ധപ്പെട്ടുവെങ്കിലും കുട്ടികൾ തനിക്കൊപ്പമില്ലെന്നായിരുന്നു മറുപടി. യുവാവിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കുട്ടികൾ നാട്ടിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് പറഞ്ഞു. യാത്രയോടുള്ള താൽപര്യം കൊണ്ട് സ്വയം എടുത്ത തീരുമാനത്തിലാണ് കുട്ടികൾ പോയതെന്നും SP. കുട്ടികളൊരു അഡ്വഞ്ചറസ് ആംഗിളിലാണ് പോയിരിക്കുന്നത്. പക്ഷെ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട്. അയാളെയും നമ്മൾ ഇതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് തിരിച്ചിവിടെ എത്താനായിട്ടുള്ള കാര്യം അതും ചെയ്യുന്നുണ്ട്. അപ്പം സ്വപ്രേരണയാൽ തന്നെ സ്വമേധയാ ഡിസിഷനോടുകൂടി തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് പാരൻസിൻ്റെ അടുത്തും ചോദിക്കുമ്പോൾ. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ആവശ്യമായ കൗൺസിലിംഗ് നൽകിയ ശേഷം വീട്ടുകാർക്കൊപ്പം അയക്കാനാണ് പോലീസ് തീരുമാനം. ന്യൂസ് മലയാളം, മലപ്പുറം.